ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള വീടാണോ ഇതൊക്കെ? ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ വന്നിട്ടുള്ളൂ. കാരണം മാത്രമേ ഉള്ളൂ. നമസ്കാരം. ആരാ? ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേന്ന്. അപ്പൊ പിന്നെ ഞാനെന്താ ആളല്ലേ? അല്ല അതല്ല, ഇവിടെ മക്കളോ ഭാര്യട്ടുണ്ടോ? ഭാര്യയൊന്നുമില്ല. ആരുമില്ല. ഇരിക്കി. അച്ഛന്റെ പേരെന്താ? പേരെന്താ? ശീതളൻ. മക്കളൊക്കെയോ? മക്കളൊക്കെ എവിടെയെന്ന്? കല്യാണം കഴിച്ചു പോയി അവരൊക്കെ. ഇന്നിപ്പോ ഒരുത്തനുള്ള ഇവിടെ ഒരുത്തനുണ്ട്. നല്ല ചുമണ്ടല്ലോ അല്ലേ? നല്ല ചുമണ്ട്. ഞങ്ങൾ വരുമ്പോ കേട്ട് നിങ്ങൾക്ക് ചുമ നിങ്ങക്ക് ഉണ്ടാവാറില്ലേ? എനിക്ക് മാത്രമല്ലല്ലോ. അപ്പൊ അങ്ങനെ വയസ്സായ ഒരു കുഴക്കൊക്കെ ഒന്ന് ചോലക്കും ചുമക്കും ഒരു കുരക്കുണ്ട്. അച്ഛാ കൊഴപ്പൊന്നുമില്ലല്ലോ? കൊഴപ്പൊന്നുമില്ലല്ലോ ആർക്ക്? അച്ഛന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലേ, ഇവിടെ അകത്താരുണ്ടെങ്കിലും ഒന്ന് വിളിക്കോ? എന്തിനാ? ഞങ്ങക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്. ഇവിടെ കാശും പണമൊന്നുമില്ല. ഇവിടെ കാശും പൈസയൊന്നും വേണ്ട. ഞങ്ങളേ ഈ രോഗങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഒന്ന് വിളിക്കുക ആരെയുണ്ടെങ്കിൽ. എന്താണ് അച്ഛാ? ആരൊക്കെ വന്നോ? നമസ്കാരം. നമ്മള് ഹെൽത്ത് എന്നാണ്. നമ്മള് പേര് മൊയ്തു. ഇത് ശ്യാമള വർക്കർ. അല്ല, ആശാ വർക്കർ ശ്യാമള. ഞാൻ കണ്ടിട്ടുണ്ട് വഴിയിലൊക്കെ വെച്ച്. മോനല്ലേ? അതെ. നമ്മളേ ഈ രോഗത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണമൊക്കെ തരാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു കണക്കെടുക്കാനൊക്കെ വേണ്ടി വന്നതാ. അപ്പൊ അച്ഛനായിട്ട് ഇങ്ങനെ വർത്താനം പറയാൻ. അച്ഛനാകെ ദേഷ്യാണ്. സുഖമില്ലാത്ത ആളാണ്. ഇവരെ ഒരു സർവേക്ക് വന്നതാണ് ആശുപത്രിന്നേ, പഞ്ചായത്തിന്റെ. നല്ല ചുമണ്ട്. ബീഡി വലിക്കണേന്റെ. വീഡിയോ വലിക്കോ? 3 പൊതി വീഡിയെങ്കിലും വലിക്കും ഒരു ദിവസം. ചുമയുണ്ടാന്ന് ചോദിച്ചതാണ്. വീഡിയോ വലിച്ചിട്ടോ? വീഡിയോ വലിച്ചിട്ട് എനിക്ക് ചുമ. 3 ദിവസമായി ഒരു വീഡിയോ വെച്ചിട്ട് ഇതുവരെ ഒരു വീഡിയോ കൊണ്ട് തന്നിട്ടില്ല. എന്തിനാ ഇപ്പൊ ബീഡി വലിക്കണേ? ശ്വാസം മുട്ടൂലേ? ശ്വാസം മുട്ടണോണ്ടാ വീഡിയോ വലിക്കണം. ഈ പ്രായമാകുമ്പോഴേ വീഡിയോ വലിയൊക്കെ നിർത്തണോ? എത്ര വയസ്സായി? എത്ര വയസ്സായി? ഒരു 40. 65 വയസ്സ്. 65 വയസ്സ്. 70-75 കഴിഞ്ഞില്ലേ? 19 ആയി. നേരത്തെ കഴിക്കുമല്ലോ, ഇപ്പൊ മേടിച്ചു കൊടുക്കാറില്ല. ഇപ്പൊ ഒന്നും തരില്ല. അത് കേട്ടൂലേ? അപ്പൊ എനിക്ക് ഇങ്ങനെ കാണിക്കണ എനിക്കറിഞ്ഞൂടെ? സാറ് ചോദിച്ചോ? അച്ഛനെ ശരീരം വേദന ഉണ്ടോ? ശരീരം വേദന ഉണ്ടോന്ന്? ശരീരം വേദന പിന്നെ ഉണ്ടാവില്ലേ? ശരീരം വേദനയൊക്കെ ഉണ്ട്. ഇവിടെ ഗർഭിണികൾ ആരെങ്കിലും ഉണ്ടോ? ഗർഭിണി ഉണ്ടായിരുന്നു പറഞ്ഞം. അതിനെ വിറ്റു. ഇപ്പൊ ഗർഭിണിയൊന്നുമില്ല. അതിന് വെള്ളം കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഒന്നും ആളില്ല. ഇവനൊന്നും അതിന് നേരമില്ലല്ലോ. ഒരു പശുവിന്റെ കാര്യം പറഞ്ഞാണ് അച്ഛൻ. ഒരു പശു ഉണ്ടായി, അതിനെ വിറ്റ്. ആള് നിക്കണ അച്ഛാ. അതെ, എന്റെ വീട്ടിലേക്ക് തൂപ്പണ്ടേ? അതെ, ഇവിടുത്തെ ആശുപത്രി പോയിട്ടേ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. രക്തം പരിശോധിക്കണം. ചോരാമ തൊട്ടുള്ള കഴിയൊന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയാൻ പാടില്ല. ഒന്നും വേണ്ട അച്ഛാ. പണ്ടത്തെ പോലെ അല്ല. ഇപ്പോഴത്തെ പനിയൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. ഡെങ്കിപ്പനി, H1N1 അങ്ങനെ ഒരുപാട് പനികൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക്. ഞങ്ങൾക്കൊന്നും വരില്ല. എന്തിനു വിളിച്ചാലും മരുന്നിന് വരൂല. എന്തസുഖം വന്നാലും ആശുപത്രി പോകൂല പുള്ളി. അതെ, ഈ കൊതുകാണ് ഈ പനി കൂടുതലും പരത്തുന്നത്. നമ്മള് വീട്ടിനടുത്തൊക്കെ ചിരട്ടയിലൊക്കെ വെള്ളം കെട്ടി കിടക്കണ്ടെങ്കിൽ അതൊക്കെ നമ്മള് മാറ്റിക്കാളണം, അത് തട്ടിത്താളണം. വെള്ളം കെട്ടിക്കിടക്കാം. ഈ വെള്ളത്തിന്റെ അകത്താണ് കൊതുക് മുട്ടടി. ഈഡിസ് കൊതുക് എന്നുള്ളൊരു കൊതുകുണ്ട്. ഇതാണ് ഈ പനിയൊക്കെ ഉണ്ടാക്കുന്നത്. അതിപ്പോ വന്ന് കുത്തിക്കഴിഞ്ഞാൽ 3 ദിവസത്തിന് 14 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിന്റെ ലക്ഷണം കണ്ടു തുടങ്ങും. അപ്പൊ നമ്മള് വേഗം പോയി ആശുപത്രി പോയി കാണിക്കണം, ഇല്ലെങ്കിൽ ഇടങ്ങറാവും. അപ്പൊ നിങ്ങളെ ഈ ചിരട്ടൊക്കെ ഇവിടെ വന്ന് തട്ടി മറിച്ചിട്ട് നിങ്ങളാണല്ലേ? അത് ഞാൻ ഇവിടെ വന്നപ്പോഴേ എല്ലാത്തിനും വെള്ളം കെട്ടിക്കിടക്കണു. അപ്പൊ മറിച്ചിട്ടതാ. ഇവിടെ വിറക് വരാനുണ്ടായിരുന്നു ഒരു ചാക്ക് ചിരട്ട എന്നെ തട്ടി മറിച്ച് പരത്തിയിട്ട്. അച്ഛ, അത് അവരല്ല, അത് അമ്മ ഉണക്കാനിട്ടതാണ്. മറക്കിട്ടല്ലോ, എല്ലാം മഴ ഉണ്ടല്ലോ. കാര്യമൊക്കെ അച്ഛാ. അപ്പൊ ഇനി വാശിയൊന്നും കാണിക്കരുത്. മോന്റെ കൂടെ ഡോക്ടർ ഒന്ന് പോയി കാണണം. എന്നിട്ട് നമുക്ക് ബ്ലഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതൊന്നും വേണ്ട. അച്ഛാ, അപ്പൊ ഇനി പനിയുടെ ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും കണ്ട എന്ത് ചെയ്യും? പനി കണ്ട കുറച്ച് കുറുന്തോട്ടിന്റെ വേരൊക്കെ എടുത്ത് കുത്തിച്ചതച്ച് കുറച്ച് തുളസിയുടെ ഇല എടുക്കും, കുറച്ച് ചുക്കും
കുരുമുളകൊക്കെ ഇട്ട് വെട്ടി തിളപ്പിച്ച വെള്ളം കൂടെ കുടിക്കും. വലിയ കൂടെ പോകും. ഇതാ സ്വഭാവം. അത്രേ ഉള്ളൂ. അത് മതി. അല്ല സാറേ, ഈ പനി വരാതിരിക്കാൻ വല്ല ഗുളിക മരുന്ന് വല്ലതും ഉണ്ടോ? അല്ലോ, മരുന്നും ഗുളികൊന്നും നമ്മളെ ഗെയിമിലില്ല. നമ്മളെ ഗെയിമിൽ ഇപ്പൊ ഉപദേശവും നിർദ്ദേശവും പിന്നെ കണക്കെടുപ്പും മാത്രമേ അത്രേ ഉള്ളൂ. ഉള്ളൂ. പിന്നെ ഡെങ്കിപ്പനിക്കെതിരെ നമ്മളൊരു ജാഥ നടത്തുന്നുണ്ട്, അതിൽ പങ്കെടുക്കണം. അതിൽ പങ്കെടുത്താ പനി വരൂലേ? പനി വരാനല്ല, ഒരു ബോധവൽക്കരണത്തിന് വേണ്ടിട്ട് ഒന്ന് പങ്കെടുത്തോണ്ടി. ജാഥക്ക് പോണോന്ന് അച്ഛൻ, അല്ലെ പനി വരുമെന്ന്. ഒന്നും പോകാൻ ആളില്ല. അപ്പൊ എന്നാ ഞങ്ങള് പോട്ടെ. ശരി. നിന്റെ വീട് എവിടെ? നിന്റെ വീട് എവിടെ? എന്റെ വീട് ഇവിടെ ഒരു പാടമില്ലേ, ആ പാടത്തിന്റെ അക്കരെ. അക്കരയിലെ എവിടെ? അവിടേക്ക് അറിയാവോ? എല്ലാം അറിയാം. സാകാല സ്ഥലം അറിയാം. അവിടെ പൊക്കമുള്ള കറുത്തിട്ടൊരു പരമു ഉണ്ടായിരുന്നു. പിറക്കി പരമു. പിറക്കി പരമുണ്ട് ആരാ? അച്ഛാ അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയാതെ അങ്ങനെ പിറക്കി പരമുല പിന്നെ എന്താ വിളിക്കണത്? നമ്മുടെ പിറക്കി പരമൂന്ന് വിളിക്കണത്. അവര് കശുവണ്ടി പറക്കലായിരുന്നു ജോലി. തോട്ടത്തിലേ കശുവണ്ടി പറക്കലായിരുന്നു അവന്. ഞാനും ഒക്കെ കുറെ നാളുമായിട്ടുള്ളത്. അവനെ പിറക്കി പരം. അവൻ കുറെ നാള് നിന്നു. പരമുന്റെ മോളാണ്. പരമുന്റെ ഇളയ മോളാ. ഇളയ മോളെ. അപ്പൊ നീയാണോ ഒളിച്ചോടി പോയത്? ഒളിച്ചോടി പോയതാരാ? എന്റെ ചേച്ചിയാ. ചേച്ചി. നിന്നെ കെട്ടിച്ചോടുത്ത എവിടേക്കാ? എന്നെ പള്ളിക്കരക്ക്. പള്ളിക്കര. ആ, പള്ളിക്കര നല്ല സ്ഥലം. നിങ്ങള് പോയിക്കോന്നാ അച്ഛവാ. നിങ്ങളുടെ വീട് എവിടെയാ? ഞാൻ ഇവിടെ അല്ല, ഞാൻ സിറ്റിയിലാ. സിറ്റിയിലാണ്. നമ്മുടെ സിറ്റിയിലാ. സിറ്റി ഇപ്പൊ സിറ്റിയായി. ആദ്യം അക്കൂസിന് ഇരിക്കാൻ പോകുന്ന സ്ഥലം അത്. ആൾക്കാർ അക്കൂസിന് ഇരിക്കാൻ പോകുന്ന സ്ഥലം ഇപ്പൊ വലിയ വലിയ കെട്ടിടങ്ങളായി സിറ്റിയായി. എവിടെ അവിടെ അത് വെള്ളം എടുത്തേ. വന്ന് കുടിക്ക് വേണമെങ്കിൽ. കുറച്ച് വെള്ളം എടുത്തേരാ. എടുത്തു കുടിക്കുന്ന ഒരു തങ്ങട്ടാ. ഒരു കാര്യത്തിനും വേണ്ട. എന്റെ ശ്യാമള വർക്കർ. എന്താ സാറേ എല്ലായിടത്തും ചെന്ന് ശ്യാമള വർക്കർ. ഒന്നോ ആശാ വർക്കറെ. നമ്മൾ ഈ നാനാ വീടുകളിലും പോയിട്ട് ഈ H1N1 ഡെങ്കിപ്പനി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അണ്ണാക്കല് വെള്ളം പറ്റില്ല ചെയ്യണപ്പോ. അല്ല സാറേ, നിങ്ങൾ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാർക്ക് എന്താ ഏ പനി വരാതിരിക്കാനുള്ള മരുന്നും വന്നവർക്കുള്ള മരുന്നൊക്കെ അതാത് പഞ്ചായത്ത് മെമ്പർമാരെ ഏൽപ്പിച്ചാ പോരെ? നല്ല കഥയായി. കുറുക്കന്റെ കയ്യിലാ കോയിനെ പോറ്റാൻ കൊടുക്കല്? കുറുക്കന്റെ കയ്യിലാണോ കോയിനെ പോറ്റാൻ കൊടുക്കലെന്ന്? ഈ പഞ്ചായത്ത് മെമ്പർമാരെ കൈമിൽ കൊടുത്താലേ ഓരോ പാർട്ടിയിലെ ആൾക്കാർക്ക് മാത്രമേ മരുന്ന് കൊടുക്കുള്ളൂ, എതിർ പാർട്ടിക്കാർക്ക് കൊടുക്കൂല. അങ്ങനെയുണ്ട്. ഫോൺ അടിക്കണ്ടല്ലോ. മന്നാ സാറാ. സാറേ, അതാ കേറിക്കൊണ്ടിരിക്കുക. 5-8 വീട് കയറി. ഒക്കെ കിട്ടുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ആയിക്കോ. നമ്മളെ ആയിക്കോട്ടെ. എന്റെ എല്ലാം ഇതെടുക്കുന്നുണ്ട്. ശരി. അപ്പളേ പനി വന്നോര് ലിസ്റ്റ്, പനി വരാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റ്, പനി വന്നിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തവരെ, ഇത് മൂന്നായിട്ടാണ് എഴുതി വെക്കണം എന്നാണ് മന്മോഹൻ സാറ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എഴുതിയാ മതി. ഇപ്പൊ ഭയങ്കര കർശനൊക്കെ എടുത്തല്ലേ. ഓർക്കാടിരുന്ന് പറഞ്ഞാ മതി. വെയിൽ കൊണ്ട് നടക്കണം നമ്മളല്ലേ. ഉച്ചക്ക് എവിടെ നിന്ന് കഴിക്കും? നമുക്ക് ആ കുടുംബശ്രീന്റെ ഹോട്ടലിൽ അത് കഴിക്കാം. അല്ല അച്ഛന്റെ എക്സ്റേ വേണമായിരുന്നു. കാല് നിലത്ത് കുത്തല നോക്കണം. സാറേ, ഇതെന്റെ അച്ഛന്റെ എക്സ്റേ അല്ല. എന്റെ അല്ല, അച്ഛന്റെ അല്ലാന്നോ? അല്ല എല്ല് കണ്ടാ മനസ്സിലാവും. അല്ല എല്ല് കണ്ട എങ്ങനെയാണ് മനസ്സിലാവും? എല്ലാവരും എല്ലും ഒരേപോലെ അല്ലേ? അല്ലല്ല, എന്റെ അച്ഛന് 4 വിരലേ ഇല്ലു, ഇത് 5 വിരലുണ്ട്. ഇതാരോ എക്സ്റേ എടുത്തിട്ട് നമുക്ക് ഇത് നമ്മൾ തോന്നല്ല, തെറ്റിപ്പോയി. 4 പേരല്ലേ ഉള്ളോ? 4 വിരലേ അച്ഛനില്ലു. എന്താ അച്ഛന്റെ പേര്? അച്ഛൻ സുമേഷ്. സോറി കേട്ടോ, ഇത് രാജേഷ് പേര് മാറിയതാ. ഒരു മിനിറ്റ്. കണ്ടത്തെ കേൾക്കുമ്പോ ഒരു വിരലങ്ങോട്ട് പോയിനി. 4 ഇല്ലു, നമുക്കറിയാം. ഏതോ ഇത് എടുത്ത് തന്നിരിപ്പം നോക്കിട്ടെങ്കിലോ. ഒന്നുമോനെ നീ നോക്കണം കേട്ടോ. ഞാൻ നോക്കും. അച്ഛന്റെ എല്ലാണ്.
അതെ, ഒരബദ്ധം പറ്റിയത് പുറത്തൊന്നും പറയണ്ട. ഈ തിരക്ക് കാരണം ഇങ്ങനെ ഇത് ഇതാ കറക്റ്റാ. ഇതാരതാണ്? സുമേഷ്. എന്റെ അച്ഛന്റെ. അതെ. ഇത് മാറിപ്പോയിട്ടുണ്ട്. ഇല്ല, അത് മാറി വഴി. ഏത് കാലം എടുത്തിനി? വലത്തെ കാലല്ലേ? വലത്തെ കാലല്ലേ? അതെ. തന്നത് എടുത്തേ കാല്. എടുത്തേ കാലം. എന്ത് പരിപാടിയാണിത്? ശബ്ദം ഉണ്ടാക്കില്ല, നോക്കട്ടെ. ആരോ കാലിന് മാറി. ആ വേണ്ട. അതെ, ഒരബദ്ധം പറ്റും എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് നെഞ്ഞത്ത് കയറില്ലേ? ഇല്ല, അല്ല ഇത് പറഞ്ഞു. തിരിച്ചു പിടിച്ച് നോക്കണോ. ഇപ്പൊ ഏത് കാല? കണ്ട, ഇങ്ങനെ പിടിച്ച വലത്തെ കാല്, ഇങ്ങനെ തിരിച്ചു പിടിച്ച ഇടത്തെ കാല്. ഇത് ഇങ്ങനെയാ പിടിക്കണ്ടത്. ആ ശരി. ആ അപ്പൊ അടുത്തേക്കാന്നെ അബദ്ധം പറ്റിയാലും തിരിച്ചു പിടിച്ചിട്ട് മാറ്റിയാലും ഓ, ആ ഒന്ന് കൊണ്ടുപോകുന്നത് ശരിയെന്നാ അച്ഛൻ. വീട്ടിൽ ചെന്നാ മാറരുത്. ഇല്ല തന്നെ ആയിരിക്കണം. എനക്ക് മാറിപ്പോയാ. വീട്ടിൽ ചെന്ന് മാറിയാലും കുഴപ്പമില്ല, ഡോക്ടറെ കാണിക്കുമ്പോ മാറാഞ്ഞാൽ മതി. അവിടെ അതേപോലെയല്ല, ബുദ്ധിയുള്ളവരായിരിക്കണം. ചെല്ല്. ഓ നിലത്തെ കുത്തല്ല. ഹലോ. ആ ഹലോ സാർ. ആ ഉവ്വ് കൊടുത്തിട്ടുണ്ട് സാർ. ആ വന്നുകൊണ്ടിരിക്കുന്നു. ആ കഴിയുന്നത് നേരത്തെ എത്തിക്കാം സാർ. നാളെയോ? ആ നാളെ എത്തിക്കാം. ആ ഓക്കെ സാർ. ഓക്കെ. മോർണിംഗ് വരണം. ഇരിക്കണം. എന്താ ഈ കാര്യങ്ങളൊക്കെ? 4000 പേർക്കുള്ള സദ്യ ഒരുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രഥമൻ 5 ഇനം, അതും എൻ്റെ ഒരു നിർബന്ധമാണേ. പിന്നെ ഒരു കാറ് തരാമെന്ന് പറഞ്ഞു സാർ. അതിൻ്റെ കാര്യത്തിലാണ് എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ. എന്തിന്റെ കാര്യമാണ് സാറ് പറഞ്ഞു വരുന്നത്? എൻ്റെ മോൻ്റെ കല്യാണത്തിൻ്റെ കാര്യം സാറിന് ഞാൻ ലെറ്റർ തന്നിരുന്നു. ഞാൻ നിങ്ങളുടെ മോന്റെ കല്യാണത്തിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ ഓഫീസിന്റെ കാര്യങ്ങൾ എവിടം വരെയായി അത് പറ. നിങ്ങള് സർവേ നടക്കുന്നുണ്ട് സാർ, റിപ്പോർട്ടായിട്ടില്ല. നിങ്ങൾ സർവേ നടത്തിക്കൊണ്ടിരുന്നാ മതിയോ? അങ്ങനെ ഓഫീസിൽ നിന്ന് വിളിയോട് വിളിയാണ്. ഇതാ ഫോൺ ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഞാനിവിടെ മുള്ളിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഞാൻ എന്ത് സമാധാനം പറയണം? കൊടുക്കാം സാർ. എന്ത് കൊടുക്കണ്? റിപ്പോർട്ട്. എടോ, നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഓരോ ജില്ലയിലും H1N1 പനി വന്നവരത്ര, ഡെങ്കിപ്പനി വന്നവരത്ര, തക്കാളിപ്പനി വന്നവരത്ര എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോ മറുപടി പറയണമെങ്കിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ മന്ത്രി അവിടെ നിന്ന് വയറക്കും. ചിലപ്പോ ബോധം കെട്ട് വീണും മരിച്ചെന്നും വരും. പിറ്റേ ദിവസം പത്രക്കാർ എഴുതില്ലേ പത്രത്തില്, പനി വന്ന് മന്ത്രി മരിച്ചു. അങ്ങനെ വേണോ? സാർ, നമ്മുടെ ഹെൽത്ത് വർക്കർമാരും ആശാ വർക്കർമാരും എല്ലായിടത്തും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നോണ്ട് കാര്യമില്ല. റിപ്പോർട്ട് കൊടുക്കണം. അതിന് എത്ര സമയം വേണം അത് പറ. അത് പിന്നെ എനിക്കൊരു 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റ്, 1 മണിക്കൂർ. 1 മണിക്കൂറിനകം എനിക്ക് റിപ്പോർട്ട് കിട്ടണം. സാർ, 10 ദിവസം വേണം. 10 ദിവസം? താൻ എന്താണ് ഈ പറയുന്നത് മന്മഥൻ? നാളെ റിപ്പോർട്ട് കൊടുക്കാന്ന് ഞാൻ മന്ത്രിക്ക് വാക്ക് കൊടുത്തു പോയി. ഇപ്പം സാർ എന്തിനാണ് ആവശ്യമില്ലാതെ മന്ത്രിക്ക് വാക്ക് കൊടുക്കാൻ പോയെ? പനി വന്നിട്ടുള്ള ആളുകളുടെ മുഴുവൻ റിപ്പോർട്ട് എനിക്ക് ഇന്ന് കിട്ടണം. സാർ, അതിന്റെ ഒരു കൃത്യമായ കണക്ക് എടുക്കണമെങ്കിൽ 10 ദിവസം വേണമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് എന്നാ ഒരു ഊഹക്കണക്കെങ്കിലും എടുത്തോണ്ട് പാടോ. ഊഹക്കണക്ക് മതിയോ സാർ? അത് ഞാൻ എടുത്തു തരാം. ഇല്ലെങ്കിൽ മോളും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്ത് കാണിക്കണ്ടേ? അല്ലാണ്ട് വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് കൊതുകിനെ കൊല്ലണം, പരിസരം വൃത്തിയാക്കണം, ചിരട്ട കമുത്തണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പനി വരാതിരിക്കില്ല. കൊതുക് കടിക്കും, പനി വരും, ആളുകൾ ചാവും. മരിച്ച ആളുകളുടെ ലിസ്റ്റും വേണം. അത് ഡെത്ത് രജിസ്റ്ററിൽ നിന്ന് എടുക്കാം. അത് പോരാ. സ്പെഷ്യൽ പനി വന്ന് മരിച്ച ആളുകളുടെ ലിസ്റ്റ് മാത്രം മതി. ഇങ്ങനെയുള്ള ആളുകൾക്ക് സർക്കാർ ചിലപ്പോൾ ആനുകൂല്യങ്ങൾ കൊടുത്തെന്ന് വരും. ഇങ്ങനെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്നറിയുമ്പോ ആത്മഹത്യ ചെയ്തവന്റെ ബന്ധുക്കളും ഹാർട്ട് അറ്റാക്ക് വരുന്ന മരിച്ചവന്റെ ബന്ധുക്കളും എല്ലാം കൂടെ വരും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി. ഡെങ്കിപ്പനി വന്ന് മരിച്ചതാണെന്നും പറഞ്ഞ് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വേണമെന്ന് തന്നോട് പറയുന്നത്. ഞാൻ ഈ പറയുന്നത് വല്ലതും മണ്ടക്കകത്ത് കയറുന്നുണ്ടോ? എന്ത് എന്നിട്ട് റിപ്പോർട്ട് എവിടെ? അല്ല സാർ, നമുക്കത് ലാബിൽ നിന്ന് റിപ്പോർട്ട് എടുക്കാമല്ലോ. ലാബിൽ നിന്ന് എടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പറ്റില്ല സാർ. എന്ത് പറ്റില്ലാന്നോ?
എന്റെ മുഖത്ത് നോക്കിയാൽ പറ്റില്ല എന്ന് പറയാൻ തനിക്ക് എന്താ അധികാരം? അയ്യോ ഞാൻ ആരാണ് സാർ ഞാൻ ആരാണ്? ഞാൻ മെഡിക്കൽ സൂപ്രണ്ട് അവനെ. പക്ഷെ ഞാൻ പറഞ്ഞത് ആ പറ്റില്ല അല്ലേ സാർ, പറ്റില്ല. നമ്മുടെ ലാബ് ടെക്നീഷ്യൻ ഇല്ലല്ലോ ഇവിടെ. അത് ഉള്ളത് തന്നെ നമ്മുടെ സ്ഥിരം നിയമനക്കാരനല്ലല്ലോ, താൽക്കാലിക ജീവനക്കാരനല്ലേ. അയാൾക്ക് സ്വന്തമായിട്ടൊരു ലാബുണ്ട്. അപ്പം അയാൾ ഫുൾ ടൈം അവിടെയാ. അയാളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ സാറിനോടൊരു 10 ദിവസം വേണമെന്ന് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ തന്നോട് പറയാം. നാളെ രാവിലെ ഞാനും താനും തമ്മിൽ കണ്ടിരിക്കും. ആ സമയത്ത് എനിക്ക് റിപ്പോർട്ട് ഇവിടെ വേണം. ഇല്ലെങ്കിൽ തൻ്റെ മോൻ്റെ കല്യാണം 1 വർഷം കഴിഞ്ഞേ നടക്കും. അതെന്താണ് സാർ? അച്ഛൻ്റെ ആണ്ട് കഴിഞ്ഞേ മകന്റെ കല്യാണം നടത്താവൂന്ന് മൊത്തത്തിലൊരു വിശ്വാസമുണ്ട്. ഒരു വക പണിയും ചെയ്യില്ല, ന്യായങ്ങളുമായിട്ട് വന്നിരിക്കുക. ഇവിടെ ആരും ഇല്ലല്ലോ അച്ഛാ. ഈ ആസ്പത്രി തുറന്നു വെച്ചിട്ട് ഇവരോടെ പോയേ? ആർക്കറിയാം. സ്ലിപ്പ് തരും. ആർക്കാ എക്സ്റേ എടുക്കണ്ട? എക്സ്റേ അല്ല, അച്ഛന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. അയ്യോ അത് ഇവിടെ ഇല്ല, ലാബ് നേരെ അപ്പുറത്താണ്. അതെനിക്കറിയാം, ഞാൻ പോയി അവിടെ ആരും ഇല്ല. അവിടെ അങ്ങനെ ചില സമയത്തൊന്നും ആളുണ്ടാവില്ല. കാലത്ത് വന്നൊക്കെ തുറക്കും, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും. ഇവിടെ ടൗണിൽ സ്വന്തമായിട്ടൊരു ലാബ് ഉണ്ടേ, അവിടെ ഉണ്ടാവും, പോയാൽ കാണാം. അതെങ്ങനെ ശരിയാവും? അപ്പൊ ഇവിടുത്തെ കാര്യം ആരും നോക്കണേ? അല്ല അതിപ്പോ അങ്ങനെ വെട്ടി തുറന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇവിടുത്തെ സ്ഥിരം സ്റ്റാഫല്ല. എന്റെ സാറേ, ഇപ്പൊ ഞാൻ അച്ഛനെ ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഡെങ്കിപ്പനി ആണോന്നൊരു സംശയമുണ്ട്, പോയി ടെസ്റ്റ് ചെയ്യാൻ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ല അതിനിത്ര പേടിക്കുന്നു മനെ. ഡെങ്കിപ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ പേടിക്കണേ? അത് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ പോരെ. ബ്ലഡ് എടുത്തിട്ട് സെറം മാറ്റിയിട്ട് ഡെങ്കു കാർഡ് മേടിക്കുക, എന്നിട്ട് IgGയും IgMഉം ടെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ കാർഡിൽ ഒരു ലൈൻ ഇങ്ങനെ വരും. ആ ലൈന് വന്നു കഴിഞ്ഞാൽ ഡെങ്കിപ്പനി ഉണ്ട്, ലൈൻ വന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിന് ഈ ഡെങ്കു കാർഡ് എവിടുന്ന കിട്ടാ? എന്തിനാ അതിന്റെ ഡെങ്കു കാർഡ്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ലാബ് പോയാൽ പോരെ. ആ ഇവയുടെ അപ്പുറത്ത് 6-7 ലാബാണ്, പിന്നെ ഇവിടെയുള്ള സ്റ്റാഫിന്റെ ലാബും അവിടെ തന്നെയാണ്. ഇവിടെ ഇതിനൊന്നും സൗകര്യം ഇല്ലെങ്കിലേ ആ ആശാ വർക്കറേയും മൊയ്തു സാറിനെ എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്? അവരൊന്ന് പറഞ്ഞല്ലോ, ചെറിയൊരു തുമ്മല് കണ്ടാ വരെ ഈ ആശുപത്രി വന്നോന്ന്. അല്ല വരണം, അതാണ് നിയമം. വന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. വന്നിട്ട് എന്തിനാ ഞങ്ങൾ ഇതുപോലെ വെറുതെ തിരിച്ചു പോകാനല്ലേ? അത് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിന്റെ സൗകര്യം ഒന്നും അറിയാണ്ട് അവരവരുടെ നിയമം അങ്ങനെ നടത്തും. ഇവിടുത്തെ അവസ്ഥ അങ്ങനെ കഷ്ടണ്ട. അതുങ്ങൾ ആ വെയിലും കൊണ്ട് നാട് മുഴുവൻ നടക്കണം, വല്ലതും നടക്കും അതുമില്ല. വീട്ടവര് വന്നില്ല സാറേ, ഒന്ന് ശരിയാക്കി വിട് സാറേ. എന്താ കാരണം പറയുന്നത്? അതിനൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിപ്പോ ഡോക്ടർ ലിസ്റ്റ് തന്നാൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എക്സ്റേ എടുത്തു തരാൻ പറ്റും. വളരെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. ഇപ്പൊ ഒരാൾ കുറച്ചു മുമ്പ് വന്നേ ഉള്ളൂ, കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ഒരു തെറ്റും കൂടാതെ ഞാൻ അവർക്ക് എടുത്തു കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ദയവ് ഇതൊരു കാര്യം ചെയ്യണം, ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഓരോരുത്തരെ വീട്ടിലേക്ക് വിടണുണ്ടല്ലോ, അതൊന്ന് അവസാനിപ്പിക്കണം. വാച്ചാ എന്തിനാ എങ്ങനെ ഇതെല്ലാം വെച്ചുകിടി ഇരിക്കുന്നേ? വയ്യാത്തതല്ലേ, മിണ്ടാന്ന് നടക്ക്, ഞാൻ തന്നെ നോക്കണം.